മുല്ലശ്ശേരി തന്നെ മീഡിയ വണിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മധു മുല്ലശ്ശേരി, കേൾക്കാമോ? കേൾക്കാം. യെസ്, താങ്കളെ പുറത്താക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തു എന്ന് അറിയുന്നു. എന്താണ് പ്രതികരണം? അല്ല, എന്നെ പുറത്താക്കാൻ ഞാൻ പാർട്ടിയിൽ ഇല്ലല്ലോ. ഇപ്പം എന്നെ പുറത്താക്കണേനി അതൊക്കെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം ശൈലികളാണ്. എതിർവാ പറഞ്ഞാൽ ഉടനെ പുറത്താക്കുന്ന ഒരു പത്രപ്രസ്ഥാനം നടത്തുക, ഉടനെ സെക്രട്ടേറിയറ്റ് കൂടുക, ഉടനെ കമ്മിറ്റി കൂടുക. ഇതെല്ലാം കാലങ്ങളായി തുറന്നു വരുന്ന ഒരു രീതിയാണ് CPM-നുള്ളത്. അത് എന്നെ പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇന്നലെ ഏരിയ സമ്മേളന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു മനുഷ്യനല്ലേ. അതിനുശേഷം പത്രസമ്മേളനം നടത്തിയ ഒരാളാണല്ലോ. പിന്നെ എന്തിനാ പുറത്താക്കുന്നത്? ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ജില്ലാ സെക്രട്ടറിക്ക് എതിരെ പറഞ്ഞ ആരോപണങ്ങൾ ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. ജില്ലാ സെക്രട്ടറി ജോയി ആയതിനു ശേഷം എന്നോട് കാണിച്ച അവഗണനയും പ്രവൃത്തിയും വളരെ വലുതാണ്, താങ്ങാവുന്നതിലധികമാണ്. അതിനുശേഷമാണ് ഞാനിപ്പോ ഏരിയ സെക്രട്ടറി ആയാലും ഇല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി ആവാത്തോണ്ടല്ല ഞാൻ പുറത്തു പോയത്. ജോയി നടത്തിയ വിഭാഗീയ പ്രവർത്തനം, ഒരു വർഷത്തിന് ശേഷം മംഗലപുരം ഏരിയ കമ്മിറ്റി നടത്തിയ വിഭാഗീയ പ്രവർത്തനം വലുതാണ്. പാർട്ടി അന്വേഷിക്കട്ടെ നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന്. അല്ല, താങ്കൾ പറഞ്ഞ പരാതികൾ പാർട്ടി പരിഗണിച്ചില്ല, അവഗണിച്ചു എന്നുള്ള പരാതി താങ്കൾക്കുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത് അല്ലേ? പാർട്ടി വിട്ടുപോയത്. പിന്നെ ഏത് നേതാക്കളെ മക്കളാ ഒരു മിനിറ്റ് ഏത് നേതാക്കളുടെ മക്കളുമാണ് ഇന്ന് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നത്? കമ്മിറ്റിയിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മക്കൾ ഇന്ന് എവിടെയാ നിൽക്കുന്നത്? എന്ത് സേവനമാണ് കടകംപള്ളി സുരേന്ദ്രൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തത്? ഒരാൾ ലണ്ടനിലോ ഒരാൾ വേറെ എവിടെയാണ് പ്രവർത്തിക്കുന്നത്. എന്റെ മോൻ ഇന്ന് പാർട്ടി DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്, വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നേതാവിന്റെ മക്കളെ പറഞ്ഞുതരാമോ? ഈ നേതാക്കളെല്ലാം വലിയ വിരോധം പറയുമ്പോഴത്തേക്ക് തൊഴിലാളി വർഗ പാർട്ടിയല്ലേ, അവരെ മക്കളെ കാര്യം ഒന്ന് പറയണ്ടേ? എന്നിട്ടല്ലേ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണമോ എന്നൊക്കെ ഉള്ളത് വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? നടക്കട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് പറയില്ലല്ലോ, ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ. ശ്രീ മധു മുല്ലശ്ശേരി, താങ്കൾ പൊതുപ്രവർത്തകനായി തന്നെ തുടരുകയാണെങ്കിൽ താങ്കൾ ഇനി ഏത് പാർട്ടിയിലായിരിക്കും പ്രവർത്തിക്കുക? പൊതുപ്രവർത്തകനായി തന്നെയാണ് തുടരാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഏത് പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് ആലോചിക്കുന്നത്? ഏതാണ്ട് 42 കൊല്ലമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആ നില തുറന്നു പോകും. അങ്ങനെയാണെങ്കിൽ ചില അഭ്യൂഹങ്ങൾ താങ്കൾ BJP-യിലേക്ക് പോകുമെന്ന് കേൾക്കുന്നു, ശരിയാണോ? അല്ലല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ വന്ന ചാനലിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നു, അത് ശരിയാണോ? അല്ല, അതിന്റെ ഉത്തരവാണ്. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വാർത്തയെ തള്ളുന്നുണ്ടോ? അല്ല, മതേതര ചേരിയിൽ ഉണ്ടാകുമോ? തീരുമാനം എടുത്തെങ്കിൽ മാത്രമല്ലേ അങ്ങനെ തള്ളേണ്ട കാര്യമുള്ളൂ. തീരുമാനം എടുത്തെങ്കിൽ മാത്രമല്ലേ. അങ്ങനെയാണെങ്കിൽ മതേതര ചേരിയിൽ ഉണ്ടാകുമോ? അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ എന്തായാലും ഞാൻ അറിയിക്കും. അങ്ങനെ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി താങ്കൾ ഇത്രയും കാലം ജീവിച്ചിട്ട് ഈ പ്രത്യയശാസ്ത്രമൊക്കെ ചേർന്ന് പോകാത്ത ഒരു രീതിയാണല്ലോ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ. അങ്ങനെ പോകാൻ താങ്കൾക്ക് കഴിയുമോ? പ്രത്യയശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണോ? അങ്ങനെ ആ കാലഘട്ടത്തിലാണോ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്? ആ കാലഘട്ടത്തിലല്ലല്ലോ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJP-യിലേക്ക് പോകുന്നതിൽ ബുദ്ധിമുട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് പറയാം, അത് നിങ്ങൾ എല്ലാ ചാനലിലെയും ഞാൻ അറിയിക്കുന്നുണ്ട്. അപ്പൊ BJP-യിലേക്ക് പോകില്ല എന്ന് പറയുന്നില്ല അല്ലേ? ആലോചിക്കാം അല്ലേ? ഇന്നലെ 1 മണിക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്